ഞാനൊരു 3 സംഭവങ്ങൾ പറയാം. ഒന്ന്, ഒരു ദിവസം ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻചാർജ് ഉള്ളൊരു സമയം ഞാൻ ഇങ്ങനെ സ്കൂൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സയൻസ് ക്ലാസ്സിൽ ഒരു കുട്ടി പുറത്തു നിൽക്കുന്നു. ആ കുട്ടി ആ സ്കൂളിലെ എല്ലാവർക്കും അറിയാവുന്ന കുട്ടിയാണ്. എല്ലാവർക്കും അറിയാനുള്ള കാരണം, ആ ക്യാമ്പസിലും അടുത്ത ക്യാമ്പസിലും ഏത് പ്രധാന പ്രശ്നങ്ങളോ കലഹങ്ങളോ നടന്നാൽ അതിൻ്റെ കീ പൊസിഷനിൽ ഈ ആളുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഇവൻ പുറത്തു നിർത്തിയപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തോട് ഞാൻ കുട്ടിയെക്കുറിച്ച് ചോദിച്ചു, എന്തിനാണ് പുറത്തു നിർത്തിയത്, എന്തായിരുന്നു കാരണം? അദ്ദേഹം എന്നോട് പറഞ്ഞു, കാരണം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, സാധാരണ പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു, അകത്തിരുത്താൻ വല്ല വഴിയുണ്ടോ? എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ കഷ്ടപ്പെടണ്ട, വെറുതെ പ്രയാസപ്പെടണ്ട, ഒരു ഉപകാരം ഉണ്ടാവില്ല. രണ്ടാമത് അടുത്ത എൻ്റെ ചോദ്യം, ഞാൻ ഇടപെട്ട് ക്ലാസ്സിൽ ഇരുത്തിയാൽ അതൊരു പ്രയാസാവോ? അതില്ല, സന്തോഷമാണ്. കാരണം എങ്ങനെയെങ്കിലും ഒന്നൊന്ന് ഉള്ളിൽ ഇരുത്തണം എന്ന് ആഗ്രഹമുണ്ട്, വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. അദ്ദേഹം ക്ലാസ്സിലിരുത്തി. പക്ഷെ തൊട്ടടുത്ത ദിവസം 2 ദിവസം തുടർച്ചയായി സാധാരണ എനിക്ക് റൗണ്ട് ചെയ്യേണ്ടി വരാറില്ല, പക്ഷെ യാദൃശ്ചികമായി റൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അടുത്ത ദിവസവും ഇതേ ക്ലാസ്സിൽ ഈ കുട്ടി പുറത്ത് തന്നെ. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് വളരെ നോർമലായി ചോദിച്ചു, ഇന്നലെ നിനക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്തു, ഇന്ന് നീ എനിക്കതിന് പ്രതിഫലവും തന്നൂലേ? വളരെ നോർമലായി ഞാൻ ചോദിച്ചു. കാരണം ഇവനെ തല്ലുക എന്നത് അതൊരു അഭികാമ്യമല്ല, പ്രാക്ടിക്കബിൾ അല്ല. കാരണം വല്ല കാരണവശാലും തിരിച്ചു കിട്ടിയാൽ വഷളാവും. അതുകൊണ്ട് ആ അധ്യായം ഒരിക്കലും അവിടെ വിജയകരമല്ല. അപ്പൊ ഞാൻ നല്ല നോർമലായി മാത്രം അത് ചോദിച്ച് തിരിച്ചു പോകും. ഞാൻ എൻ്റെ ക്യാബിനിലെത്തിയപ്പോൾ കക്ഷി പുറത്ത്. ആള് ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീല് കണ്ടിട്ട്, കാരണം കറുത്ത ഗ്ലാസ്സാണ്. പുറത്ത് നിന്ന് നീല് കണ്ടിട്ട് ബെല്ലടിച്ചപ്പോൾ ആൾ ഉള്ളിൽ വന്നു. ആളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്ഭുതമായിരുന്നു. ആ സ്കൂളിലെ ആർക്കും അത് അത്ഭുതം തന്നെയാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളെ നോവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ സംഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എൻ്റെ പിതാവ് സ്ഥിരമായി മദ്യപിക്കുന്നൊരു മദ്യപാനിയാണ്. ഞാൻ രാവിലെ സ്കൂളിലെത്തണമെങ്കിൽ എൻ്റെ മാതാവിന് പ്രാതൽ തയ്യാറാക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഒക്കെ കൂടെ ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്ക് ലൈൻ ബസ് എനിക്ക് മിസ്സാകും. പിന്നെ ഞാൻ പലരുടെയും ഔദാര്യത്തിലാണ് സ്കൂളിലെത്തുന്നത്. അപ്പോ ഈ അധ്യാപകരുടെയൊക്കെ ഈ ആട്ടും തുപ്പും അത് സാരില്ല ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ എന്തുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളിലും പ്രതിയായി പിടിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നീ എന്തിനാ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? ടൗണിൽ കുഴപ്പമുണ്ടാക്കിയാൽ, മറ്റ് ക്യാമ്പസിൽ പോയി കുഴപ്പമുണ്ടാക്കിയാൽ ഇവിടെ ഒക്കെ നീ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഞാൻ 1-2 സെക്കൻഡുകൾ അദ്ദേഹം നിശബ്ദമായതിനു ശേഷം എന്നോട് ചോദിച്ചു, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിച്ചാൽ നിങ്ങൾ കേൾക്കുവോ? ഞാൻ പറഞ്ഞു, കേൾക്കാം. അദ്ദേഹം സംസാരിച്ചു. ഓരോ പ്രശ്നവും എടുത്ത് അദ്ദേഹം സത്യസന്ധമായി സംസാരിച്ചു. എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം നിരപരാധിയാണ് എന്നത് സത്യമായിരുന്നു. അത് കേവലം വാക്കുകളായിരുന്നില്ല. പലയിടത്തും പ്രതിയായത് മറ്റു പല വിദ്യാർത്ഥികളും രക്ഷപ്പെട്ടോട്ടെ, ഞാൻ എന്തായാലും ലൈഫിൽ ഇങ്ങനെയാണ്, മറ്റു പലരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് പലയിടത്തും പ്രതിയാകുന്നത്. 40% പ്രതിയായത് അധ്യാപകരുടെ മുൻധാരണയും അധ്യാപകരുടെ പലപ്പോഴുള്ള വ്യക്തിവിരോധവുമാണ്. അത് കൃത്യമായി ബോധ്യപ്പെട്ട സമയം ഒരു സ്ഥാപനത്തിന്റെ മാനേജിംഗ് പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അല്പം ബ്ലോക്കായിപ്പോയി. കാരണം എല്ലാവരുടെ ഇടയിലും കുപ്രസിദ്ധി നേടിയ ഒരാളെ സംരക്ഷിക്കുന്ന ഒരാളായി മാറും ഞാൻ ഈ സത്യം അംഗീകരിച്ചാൽ. ഈ സത്യത്തിനെതിരെ കണ്ണടച്ചാൽ ഞാനൊരു മനുഷ്യൻ എന്നതിൽ നിന്ന് ഞാൻ വല്ലാതെ അകന്നു പോകും. ഇനി എന്ത് ചെയ്യണം? ഞാൻ ആ വിദ്യാർത്ഥിയോട് സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നിനക്ക് ഏത് സമയവും എന്നെ സമീപിക്കാം.
ഈ ഓഫർ മാത്രമായിരുന്നു എനിക്ക് അദ്ദേഹത്തിന് നൽകാൻ പറ്റിയത്. പക്ഷെ എനിക്ക് കിട്ടിയ നേട്ടം, ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും 6 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി പ്രശ്നങ്ങൾ ഒന്നൊന്നായി അവസാനിപ്പിച്ച് ആ ക്യാമ്പസിനെ ഒരു ഭംഗിയുള്ള, അടക്കവും ഒതുക്കവും ഉള്ള ക്യാമ്പസ് ആക്കാൻ എനിക്ക് സാധിച്ചു ഈ ഒറ്റ വ്യക്തി കാരണം. അദ്ദേഹം ഇന്ന് സൗദി അറേബ്യയിലെ അറിയപ്പെട്ട ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ആ ഉന്നതങ്ങളിൽ എത്താൻ ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എൻ്റെ ഒരു വാക്ക്. എനിക്ക് ചിലവുകളൊന്നുമില്ല, അധ്വാനങ്ങളൊന്നുമില്ല. എനിക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ പറ്റി. ക്യാമ്പസിന്റെ അന്തർധാര ഒഴുക്കെന്താണ് എന്നും എന്താണ് അതിന്റെ യഥാർത്ഥ പരിഹാരമെന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് അവിടെ നിന്നായിരുന്നു. ഇനി ഞാൻ രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു ദിവസം